ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചെറുപഴം കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 4 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ചെറിയ കോഴിമുട്ടയും ഈ ചെറുപഴം കഷ്ണങ്ങളാക്കിയതും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നാടൻ കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ചെറുതായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 എടുത്തതാണ്. സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കോഴിമുട്ടയാണെങ്കിൽ 1 മതി കേട്ടോ, വലുതാണെങ്കിൽ. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പാൽ കൂടെ ചേർത്തിട്ട് നമുക്കിത് കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി വേണം. വളരെ കൂടുതലൊന്നും വേണ്ട കേട്ടോ. ഞാനിവിടെ 1 പീസ് ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്ത് അരിച്ചെടുത്ത് അത് നമ്മളിവിടെ അരച്ചെടുത്ത പഴത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അരിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കറുത്ത എള്ളും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1 നുള്ളു ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മാവ് നമുക്ക് നല്ല കട്ടിയായിട്ടാട്ടോ വേണ്ടത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് നല്ല ലൂസായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്തിട്ട് മാവ് ഒന്നുകൂടെ ഒന്ന് തിക്കാക്കി എടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ, നിർബന്ധമൊന്നുമില്ല. നമ്മുടെ മാവ് ഒന്നുകൂടെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറഞ്ഞതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂറൊക്കെ വെക്കാൻ സമയമുണ്ടെങ്കിൽ ഒന്നുകൂടെ സോഫ്റ്റായിട്ട് ഒന്നുകൂടെ ടേസ്റ്റ് ആയിട്ട് നമുക്ക് സ്നാക്ക് കിട്ടും കേട്ടോ. ഞാനിവിടെ വെറും അരമണിക്കൂർ മാത്രമേ വെക്കുന്നുള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നുള്ളിയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കൈകൊണ്ട് ഓരോ പിടിയെടുത്ത് ഇങ്ങനെ നുള്ളിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം കേട്ടോ ഇത് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലേ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുള്ളൂ. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ പുറം ഭാഗമൊക്കെ പെട്ടെന്ന് കളറ് മാറി വരും. അത് കുഴപ്പമൊന്നുമില്ല, കരിഞ്ഞു പോകുന്നില്ല കേട്ടോ. ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കാം. ചൂടില്ലാത്ത എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താൽ ചെറുപഴവും ഗോതമ്പ് പൊടിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് തന്നെ ഇടണം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല പോലെ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്യാം. ഇതുപോലെ ചെറുതായിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്, ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടാൻ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്ത് കോരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചെറുപഴവും മുട്ടയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. നല്ല പഞ്ഞി പോലെ സോഫ്റ്റാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ലൊരു ഗുണ്ടുമണി സ്നാക്കാണ്. ഉൾഭാഗമൊക്കെ നല്ല പോലെ സോഫ്റ്റായിട്ട് കണ്ടോ, ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ശർക്കര ചേർക്കാം. ചെറിയൊരു മധുരത്തോടെ കഴിക്കുമ്പോഴായിരിക്കും ഇതൊന്നുകൂടെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്